ഓം നമ ശിവായ. കൊട്ടിയൂർ പെരുമാളിൻ്റെ പ്രിയ ഭക്തന്മാർക്ക് വിനീത നമസ്കാരം. ഞാൻ വിനോദ് പെരിന്തൽമണ്ണ. കൊട്ടിയൂർ തീർത്ഥയാത്ര എങ്ങനെ സുഗമമാക്കാം? മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അമ്മിനിക്കാട് ഉപ്പുംകാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും വളരെ വർഷങ്ങളായി തീർത്ഥാടനത്തിന് പോകുന്ന ഞങ്ങളുടെ അനുഭവത്തിൽ കൊട്ടിയൂരിൽ എത്തിച്ചേരുന്നത് ഏറ്റവും അനുയോജ്യമായ സമയം പുലർച്ചെ 2 മണിക്ക് ശേഷം 1 മണി, 2 മണി, 3 മണിക്കുള്ളിൽ കൊട്ടിയൂരിൽ എത്തിച്ചേരുകയും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം ബാവലിപ്പുഴയിൽ മുങ്ങി വരി നിന്ന് തൊഴാൻ വേണ്ടി കാത്തു നിൽക്കുകയുമാണ് ഏറ്റവും അനുയോജ്യമായ സമയം. വളരെ കുറച്ച് സമയം മാത്രം കാത്തു നിൽക്കുന്നതോടുകൂടി 4-5 മണിക്കുള്ളിൽ നമുക്ക് ദർശനത്തിന് ഉള്ള വരിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതിനുശേഷം 5:30-6 മണിക്കുള്ളിൽ ഏറ്റവും ആദ്യം എത്തുന്ന തീർത്ഥാടക സംഘത്തിന് തൊഴുത് ദർശനം നടത്തി വഴിപാടുകൾ കഴിച്ച് പുറത്തിറങ്ങാൻ കഴിയും. ആയതുകൊണ്ട് തന്നെ അടുത്തുള്ള മൃദംഗശൈലേശ്വരി ക്ഷേത്രം, പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം, രാജരാജേശ്വരി ക്ഷേത്രം, അതുപോലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്നിവയെല്ലാം ദർശിക്കാനുള്ള സമയം അതേ പകൽ തന്നെ നമുക്ക് ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ദൂരെ നിന്ന് 5-6 മണിക്കൂർ സമയം ഉള്ള ഏത് ജില്ലകളിൽ നിന്ന് വരുമ്പോഴും നമ്മൾ കൊട്ടിയൂരിൽ എത്തിച്ചേരുന്നത് ഒരു പുലർച്ചെ 1 മണിക്ക് ശേഷം 2 മണിക്കുള്ളിൽ എത്തിച്ചേരാനും നേരത്തെ കുളിച്ച് വരി നിൽക്കാനും ശ്രമിച്ചാൽ അടുത്ത പകൽ നമുക്ക് വളരെ ഭംഗിയായി ഈ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്താൻ കഴിയും. ഒപ്പം വടകര ലോകനാർക്കാവ് പോലെയുള്ള ക്ഷേത്രങ്ങളിലേക്കും ദർശനം നടത്താൻ വേണ്ടി നമുക്ക് സമയം ലഭിക്കും. എല്ലാവരും ഈ ഒരു രീതിയിൽ ദർശന സമയം പുനഃക്രമീകരിക്കാൻ ശ്രമിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഇളനീരാട്ടം പോലെയുള്ള പ്രധാന ചടങ്ങുകളും വഴിപാടുകളുമുള്ള ദിവസങ്ങൾ അകലെ നിന്ന് വരുന്ന ഭക്തർ ഒഴിവാക്കിക്കൊണ്ട് അല്ലാത്ത ദിവസങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.